നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കൂടെ തന്നെ 1/4 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ വറക്കാത്ത നേർത്ത റവയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വറുത്തതോ വറക്കാത്തതോ ആയിട്ടുള്ള റവ ഉപയോഗിക്കാവുന്നതാണ്. ലോ ഫ്ലെയിമിൽ വെച്ച് നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുത്തോളൂ. ഒട്ടും കട്ടകളില്ലാതെ ഒരു കൂട്ടിൻ്റെ പരുവത്തിലേക്കായി വരുന്ന രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഫില്ലിംഗ് തയ്യാറാക്കിയെടുക്കാം. പാനിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് ഒന്ന് ചെറുതായി വറുത്തെടുക്കുന്നുണ്ട്. തേങ്ങയുടെ വെള്ളപ്പറ്റ് ഒന്ന് ചെറുതായിട്ട് മാറി വന്നാൽ മാത്രം മതി. ഇതിലേക്ക് മധുരത്തിന് പാകത്തിന് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് നട്ട്സ് ചേർക്കുന്നുണ്ട്. ഏകദേശം 2-3 അണ്ടിപ്പരിപ്പും അതേ അളവിൽ തന്നെ ബദാമും ഒന്ന് ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ടൂട്ടി ഫ്രൂട്ടിക്ക് പകരം ഉണക്കമുന്തിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഒരു മധുരത്തിലേക്ക് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇതുവരെ ചേർത്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നന്നായി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റവയുടെ കൂട്ടി ഇപ്പോൾ നന്നായിട്ട് ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നന്നായിട്ട് നീഡ് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം അതിൽ നിന്നും ഉരുളകളാക്കി മാറ്റിയിട്ടുണ്ട്. ഉരുളകളിൽ നിന്ന് ഒരു ഉരുളയെടുത്ത് നമ്മൾ സാധാരണ കുഴക്കട്ടൊക്കെ ചെയ്യുന്നത് പോലെ അരികുകൾ പ്രസ് ചെയ്ത് ഒന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്ററിലേക്കായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കൂട്ട് ആവശ്യത്തിന് വെച്ച് കൊടുത്ത് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് അമർത്തി നന്നായിട്ട് തന്നെ സീൽ ചെയ്തെടുക്കുക. അതിനുശേഷം കയ്യിൽ വെച്ച് ഒന്ന് ചെറുതായിട്ട് പ്രസ് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിക്കാണ് ഇത് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ഈ ഒരു അളവിൽ 6 എണ്ണമാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇതിൻ്റെ കുക്കിംഗ് ചെയ്യുന്നത്. ഇത് പ്രത്യേകിച്ച് വേവാനൊന്നുമില്ല, പുറമേ നന്നായിട്ട് ക്രിസ്പി ആക്കി എടുക്കുക മാത്രമേ വേണ്ടൂ. അതുകൊണ്ട് ഒരുപാട് ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യാതിരിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്യുമ്പോൾ എണ്ണ കുടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇട്ട് കൊടുത്തപാട് അനക്കാതിരിക്കുക. അതൊന്ന് ഒരു ഭാഗം കുറച്ച് ഫ്രൈ ആയി വന്നതിന് ശേഷം മാത്രം തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തിരിച്ചും മറിച്ചൊക്കെയിട്ട് 2 ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇതിൻ്റെ പേര് കാക്ര പീട്ട എന്നാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാവും. ഫീഡ്ബാക്സ് ഒക്കെ പറയണേ.